വെൽക്കം ബാക്ക്. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു തട്ടുകട സ്റ്റൈലിലുള്ള മുട്ടക്കപ്പയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടക്കപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതേ ഈ വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഫോളോ ചെയ്താൽ മതി. നല്ല അടിപൊളി ഒരു തട്ടുകട സ്റ്റൈലിലുള്ള മുട്ടക്കപ്പ കിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതേപോലെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയണത് നമ്മുടെ നല്ല ചൂടുള്ള കട്ടൻ ചായ. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയണമെങ്കിൽ ആ ചൂടോടെ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണാൻ ഇഷ്ടമായാൽ എപ്പോഴും പറയണത് തന്നെയാണ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലാണ് ഞാൻ വീണ്ടും സബ്സ്ക്രൈബ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. മുട്ടക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 വലിയ കഷ്ണം കപ്പ അല്ലെങ്കിൽ കൊള്ളി എടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. മഞ്ഞപ്പൊടി ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായില്ല. പിന്നെ ഞാനൊരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 മീഡിയം സൈസ്ഡ് സവാള, അത് നമ്മുടെ ഈ കപ്പയുടെ കൂട്ടിലേക്ക് മസാല ചേർക്കുമ്പോൾ ഉണ്ടാക്കാനായിട്ട് 2 എണ്ണം. പിന്നെ ഒരെണ്ണം ലാസ്റ്റ് നമ്മൾ ഈ തട്ടുകടയിലൊക്കെ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ടാക്കി, അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സവാള. പിന്നെ 2 പച്ചമുളക്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ച് വെച്ചത്. ഇത് ജിഞ്ചർ ഗാർലിക് ചതച്ച് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ്ഡ് ഇഞ്ചി, ഒരു 5 കഷ്ണം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി അല്ലികൾ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കുറേ കറിവേപ്പിലയും വേണം. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുട്ടക്കപ്പ ഉണ്ടാക്കുക നമുക്ക് വേഗം നോക്കാം. ഒരു ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാനിതിൽ നോൺ സ്റ്റിക്ക് എടുക്കാൻ പ്രിഫർ ചെയ്യില്ല, കാരണം നമുക്ക് നല്ലപോലെ ഇളക്കണം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി എവിടെ എടുത്തിരിക്കണം, ഉപയോഗിച്ചിട്ടുള്ള ഒരു ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റണം. ഇതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നമുക്കിത് വഴറ്റിയാൽ മതി. നല്ലപോലെ മൊരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്തു. സവോള ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മൊരിയണ്ട. സവോളയുടെ കൂടെ കുറച്ച് കറിവേപ്പില, പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിടുന്നു. നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇടാം. കപ്പ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, സോറി. അപ്പോൾ ഈ ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് ഞാൻ ഈ കപ്പ ഒന്ന് ഉടക്കട്ടെ കേട്ടോ. സവാള അത്യാവശ്യമായിട്ടുണ്ട്. കപ്പ ഇവിടെ ഉടച്ചു വെച്ചിട്ടുണ്ട്. മുട്ട എന്തായിരിക്കുന്നുണ്ട്. വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഈ വീഡിയോയിൽ ക്ഷമിക്കുക. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുകയാണ്, മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ടു. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടു. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ചും കൂടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. നിങ്ങൾ അളവ് കൂടുതൽ എടുക്കണമെങ്കിൽ ഇതിനനുസരിച്ചിട്ട് അളവ് കൂട്ടണം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മുടെ മുട്ട ഉടച്ചൊഴിക്കുക. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. മുട്ട ഉടച്ചൊഴിക്കുക. മുട്ട ഉടച്ചൊഴിക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടുക. നമുക്ക് മുട്ട കരിഞ്ഞു പോകരുത് കേട്ടോ. ഞാൻ ഈ തൊണ്ടൊന്ന് മാറ്റി വെക്കട്ടെ. നല്ല പോലെ നമ്മൾ എഗ് ബുർജിക്ക് ചെയ്യില്ലേ, അതന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പിടിക്കാണ്ട് സൂക്ഷിക്കണം. നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ലൂസായിട്ടിരിക്കണ ഈ ഒരു മുട്ട, ലൂസായിട്ടിരിക്കണ ഈ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ട് ഒരു ചെറുതായിട്ട് തിക്കാവണം, എന്നാലും ഒരുപാട് ഡ്രൈ ആയി പോവരുത്. അപ്പോൾ ഏകദേശം നമുക്ക് ആ മുട്ടക്കപ്പയ്ക്ക് ആവശ്യമുള്ള പാകത്തിന് മുട്ട വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ഉടച്ചു വെച്ചിരിക്കണ നമ്മുടെ കൊള്ളി അല്ലെങ്കിൽ കപ്പ, അല്ലെങ്കിൽ ഇതിന് പല സ്ഥലത്ത് പലതും പറയും, പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും, മിക്സ് ചെയ്യുക. നമ്മുടെ ഫൈനൽ സ്റ്റേജായി. ഇതിലേക്ക് അത്യാവശ്യം നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി ഒട്ടും ചൂട് കളയാണ്ട് വേഗം കട്ടൻ ചായ ഉണ്ടാക്കിക്കോ, വേഗം കഴിച്ചോട്ടാ. നല്ല ചൂട് കട്ടൻ ചായയും മുട്ടക്കപ്പയും കിടിലൻ കോമ്പിനേഷനാണ്. ചൂടുകാലമാണ്, എന്നാൽ പോലും നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇന്ന കാലം എന്നൊന്നും നമ്മൾ നോക്കില്ലല്ലോ. മാത്രമല്ല വീട്ടിൽ തന്നെ ഇപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? പലർക്കും തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് വൃത്തി പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമുക്കിനി വീട്ടിലുണ്ടാക്കിക്കൂടെ, പ്രശ്നമൊന്നുമില്ലല്ലോ.
എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.